എനിക്ക് ഒന്നുമില്ലാതിരിക്കുന്ന ഒരു മൊമെന്റിൽ അമ്മയുടെ ഒരു ചേച്ചിയുടെ മകനുണ്ടായിരുന്നു, രാജേഷ് എന്ന് പറഞ്ഞ ചേട്ടാ. ഇവിടെ ഉടമ്പടിയൊക്കെ എടുത്തിട്ടുണ്ട്. ചേട്ടായോട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇവിടെ ഒരു ഹോട്ടലിലാണ് വർക്ക് ചെയ്യുന്നത്. ചേട്ടാ എനിക്കൊരു ക്ലീനിങ്ങിന്റെ പണിയാണെങ്കിലും എന്തെങ്കിലും ഒരു പണി എനിക്ക് അവിടെ നിന്ന് ഒപ്പിച്ചു തരുമോ? ചേട്ടാ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ചേട്ടായുടെ അവിടെ തന്നെ ഒരു IT-യുടെ വേക്കൻസി വന്നപ്പോഴത്തേക്കും ഈ ചേട്ടാ എന്നെ റെഫർ ചെയ്തു. അവിടുത്തെ ഒരു സൈറ്റ് വന്നിട്ട് എന്നോട് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അപ്ലൈ ചെയ്തു. അവരെന്നെ വിളിച്ചു. ഞാൻ അതിന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഫസ്റ്റ് ഇന്റർവ്യൂ തന്നെ എന്റെ ഇംഗ്ലീഷ് പോരാ എന്ന് പറഞ്ഞ് അവരത് റിജക്ട് ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഞാൻ മാതാവിനോട് കുറെ പ്രാർത്ഥിച്ചു. ഒത്തിരി വെച്ചിട്ടും എനിക്ക് ഒരു എന്തോ അത്ഭുതം പോലെ അവരെനിക്കൊരു രണ്ടാമതൊരു ഓപ്പർച്യൂണിറ്റി തന്നു. ഞാനത് ആദ്യം തന്നെ ഇന്റർവ്യൂ എടുത്തത് ഒരു ഹിന്ദിക്കാരനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് ഇന്റർവ്യൂ വന്നപ്പോഴത്തേക്കും ഒരു ഫോറിനർ തന്നെയാണ് വന്നത്. അപ്പം ഒന്നാമത് ഇംഗ്ലീഷ് പോരെന്നും പറഞ്ഞാണ് എന്നെ ഫസ്റ്റ് റിജക്ട് ചെയ്തത്. രണ്ടാമത് ഫോറിനറോട് വന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ എനിക്ക് അമ്മ തന്നു വിട്ട മാതാവിന്റെ ഉപ്പും കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ടായിരുന്നു. അതും കൈ പിടിച്ചോണ്ട് എനിക്കറിയാവുന്ന പോലെ ഞാൻ പെർഫോം ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അവിടുന്ന് മെയിൽ വന്നു. അവിടുത്തെ ഓഫർ ലെറ്റർ എനിക്ക് വരുവായത്. എനിക്ക് ഒരു ഭയങ്കര അനുഭവമായിരുന്നത്.